കേരളത്തിൻ്റെ SAR ഡാറ്റ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ കാണുന്ന വെബ്സൈറ്റിലേക്ക് പോവുക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റാണിത്. ഈ വെബ്സൈറ്റിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഡൗൺലോഡ് ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്ക് നമ്മൾ പുതിയൊരു പേജിലേക്ക് എത്തും. ഈ പേജിലേക്ക് നേരിട്ടെത്തുവാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. ഞാനിപ്പം കേരള എന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് കേരളം തിരഞ്ഞെടുത്തു. അപ്പോഴേക്കും ഇയർ ഓഫ് റിവിഷൻ എന്നുള്ള ഓപ്ഷൻ വരും. അത് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം റോൾ ടൈപ്പ് എന്നുള്ള കോളം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ തിരഞ്ഞെടുക്കുക. റോൾ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും SAR ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകം ഓർക്കുക, SAR ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം മാത്രമേ നമുക്കൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കാണത്തില്ല. അതിനുശേഷം നമ്മൾ നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക. ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ നമ്മുടെ ജില്ലയുടെ പേരുകൾ കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ജില്ല നമ്മൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പത്തനംതിട്ട എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ ജില്ല തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ ജില്ലയിലുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളുടെ ലിസ്റ്റ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി തിരഞ്ഞെടുക്കുക. പിന്നെ ഉദാഹരണമായിട്ട് റാന്നി തിരഞ്ഞെടുക്കുകയാണ്. ലാംഗ്വേജ് എന്നുള്ളത് മലയാളമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയി കിടക്കും. നമ്മൾ ഉദാഹരണമായിട്ട് റാന്നി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തിരഞ്ഞെടുത്തുള്ളത്. ഈ റാന്നി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ പോളിംഗ് ബൂത്തിലെയും വിവരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സെലക്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്ത ശേഷം ഈ കാണുന്ന ക്യാപ്ച ഫില്ല് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് സെലക്റ്റഡ് PDF എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ഇനി നമുക്കൊരു പോളിംഗ് സ്റ്റേഷനിലെ വിവരങ്ങൾ മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുകൾ വശത്ത് കാണുന്ന സെർച്ച് എന്ന് പറഞ്ഞ അവിടേക്ക് പോവുക. നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉദാഹരണമായിട്ട് മണിയാർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോളിംഗ് സ്റ്റേഷൻ്റെ പേര് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ കാണുന്നുണ്ട് KP 3rd ബറ്റാലിയൻ ക്യാമ്പ് ഓഫീസ് ബിൽഡിംഗ് മണിയാർ. ആ ഒരു പോളിംഗ് സ്റ്റേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമ്മളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ച ഫില്ല് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് സെലക്റ്റഡ് PDF എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുത്ത പോളിംഗ് സ്റ്റേഷനിലെ വിവരങ്ങൾ ഡൗൺലോഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകം ഓർക്കുക, SARന്റെ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.